പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഇനി ഒരുപാട് കഥകളുണ്ട്. അങ്കിളുടെ കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്താടോ ഇത്? മീരമോളെന്താ തന്റെ ജോലിക്കാരിയോ അതോ അടിമയോ? ആന്റി കാര്യം അറിയാതെ അങ്കിളിന് വഴക്കുറയല്ലേ? ഞാൻ കാറിൽ വരുന്ന കണ്ടപ്പോ അങ്കിളിനെ കണ്ടു. ഇതെല്ലാം ചുമന്ന് വരുന്ന കണ്ടപ്പോ കഷ്ടം തോന്നി. കാറിൽ കയറാൻ പറഞ്ഞിട്ട് അങ്കിൾ കേൾക്കുന്നുമില്ല. പിന്നെ ഞാനും കാറിൽ നിന്ന് ഇറങ്ങി അങ്കിളിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോന്നു. മോളി സാധനങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് വാങ്ങിയതാ. ഞാൻ തന്നെ പിടിച്ചോളാന്ന് പറഞ്ഞതാ മാഡം. ആന്റി സത്യം പറഞ്ഞ അങ്കിളിനെ സഹായിക്കാൻ വേണ്ടിയാ ഞാനിത് എടുക്കാന്ന് പറഞ്ഞ. പച്ചക്കറിയൊക്കെ തൂക്കി നടന്നു തുടങ്ങിയപ്പോ ഒരു രസം. പക്ഷേ എനിക്കിതങ്ങോട്ട് രസിക്കുന്നില്ല. ഡോ, ഇനി ഇതുപോലെ എങ്ങാനും എന്റെ കണ്ണിപ്പെട്ട അവിടെ തീരും തന്റെ ജോലി. അങ്കിളിനെ വഴക്ക് പറയല്ലേ ആന്റി. അങ്കിളിനെ സഹായിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്തിട്ട് അതവസാനം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി മാറിയെന്ന് പറയുന്നത് കഷ്ടാ. മോളെ, ആവശ്യമില്ലാത്ത സഹായവും സഹതാപവും ഒന്നും വേണ്ട. ദേവികയുടെ അച്ഛനല്ലേ ആന്റി. അങ്കിളിനോട് സംസാരിച്ചാലുണ്ടല്ലോ സമയം പോകുന്നതേ അറിയില്ല. ആന്റി ഈ കാണുന്ന പോലൊന്നും അല്ല അങ്കിള്. ആളൊരു പുലിയ. സകല അഭ്യാസങ്ങളും അറിയാം. അടവുകളും അഭ്യാസങ്ങളും ഒക്കെ തൽക്കാലം കയ്യിൽ വെച്ചാ മതി. അതൊന്നും ചന്ദ്രോത്ത് എടുക്കണ്ട. ഞാൻ മോളോട് 2-3 വട്ടം പറഞ്ഞിരുന്നു, ഇനി ഇത് ആവർത്തിക്കരുത്. എന്റെ ആന്റി ഇങ്ങനെ ബലം പിടിക്കാതെ ഇതൊക്കെ ഒരു തമാശയായിട്ടെടുക്ക്. അങ്കിള് പേടിക്കുന്നു വേണ്ട കേട്ടോ. ആന്റി വെറുതെ പറയുന്ന. നിക്കടോടെ, ഇത് ഫൈനൽ വാർണിംഗാ. ഇനി ഇതുപോലെ സംഭവിക്കരുത്. ആ മോൾ അങ്ങനെ ചെയ്തതിന് എന്നോടൊന്നും ദേഷ്യപ്പെടുന്നത് എന്താ? ശബ്ദത്തിലൊരു ഇഷ്ടക്കേട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട. അതെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാർഗവി എവിടെ? നേരത്തെ പോയോ? ഇല്ല മേഡം, അവള് ദാ വരുന്നു. ശരി മാഡം. വാ സുലോചന.